ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിറി ഓൺ ലൈവ്. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു റെസിപ്പി ആയിട്ടാണ്. ഭയങ്കര ഒരു സ്വീറ്റ് റെസിപ്പിയാണ്. ഇതിൻ്റെ പേര് കാരമലൈസ്ഡ് ഡേറ്റ്സ് പുഡിംഗ്. ഇതിന് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ്. നിങ്ങളിതുവരെ കഴിച്ചിട്ടുണ്ടാവില്ല, അത്ര ഉറപ്പാണ്. എന്ന് പറയുമ്പോൾ ഒരു എന്താ പറയുക, ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും അടിപൊളിയായിട്ട് എനിക്ക് റിസൾട്ട് കാണാൻ പറ്റിയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ ഞാനിത് സ്റ്റാറ്റസ് വാട്സാപ്പിലൊക്കെ ഇട്ടപ്പോൾ തന്നെ എല്ലാവരും റെസിപ്പിയൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ നമുക്കിതിൻ്റെ റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ ഫസ്റ്റ്ലി ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് 1 കപ്പ് ഡേറ്റ്സ് ആണ്. 1 കപ്പ് എന്ന് പറയുമ്പോൾ ഏകദേശം 30-35 ഡേറ്റ്സ് ഉണ്ടാവും. കുരുവൊക്കെ കളഞ്ഞിട്ട് നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1 കപ്പ് നല്ല ചൂട് വെള്ളം. ഡേറ്റ്സ് എടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് എടുക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ നമുക്ക് നല്ല സ്മൂത്തായിട്ട് ബ്ലെൻഡായിട്ട് വരില്ല. അതുകൊണ്ട് കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, എനിക്ക് കോഫിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളതുകൊണ്ട് മാത്രം ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. അതിന് ശേഷം ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. നെക്സ്റ്റ് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് 2 eggs, റൂം ടെമ്പറേച്ചറിലുള്ള എഗ്സ് ആണ്. പിന്നെ 1/2 കപ്പ് പഞ്ചസാര. മധുരം കുറവ് വേണമെന്നുണ്ടെങ്കിൽ 1/2 കപ്പിന് പകരം 1/4 കപ്പ് യൂസ് ചെയ്താലും മതിയാവും. പിന്നെ 4 ടേബിൾ സ്പൂൺ മെൽറ്റഡ് ബട്ടർ, 1/2 ടീസ്പൂൺ വാനില എസൻസ്. വാനില എസൻസ് ഓപ്ഷണലാണ്, ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഉണ്ടെന്നുണ്ടെങ്കിൽ അതിട്ടാൽ നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ അലിയാൻ വെച്ചിരുന്ന ഡേറ്റ്സിലേക്ക് ഈ എല്ലാ ഇൻഗ്രീഡിയൻസും ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നല്ലോണം ചൂടാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഓരോന്നായിട്ട് ആഡ് ചെയ്യാം. അപ്പോൾ ലാസ്റ്റ്ലി നമുക്കിതിലേക്ക് എഗ്ഗ് ആഡ് ചെയ്ത് കൊടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള എഗ്ഗ് എപ്പോഴും എടുക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നമുക്ക് കേക്ക് സോഫ്റ്റായിട്ട് കിട്ടില്ല. ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു മിക്സിയിലിട്ട് നല്ലോണം ബ്ലെൻഡ് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ നല്ലോണം എന്ന് വെച്ചാൽ ഒരു 3 മിനിറ്റ് 4 മിനിറ്റ് ഹൈ സ്പീഡിലിട്ട് ബ്ലെൻഡ് ചെയ്യുക, എന്നാലേ ഈന്തപ്പഴമൊക്കെ ശരിക്കും ഉടഞ്ഞ് വരുള്ളൂ. അപ്പോൾ ഞാൻ ഇത് നല്ലോണം ബ്ലെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് നീക്കിയതിന് ശേഷം ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ആഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് 1 കപ്പ് മൈദ. അതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ബേക്കിംഗ് പൗഡർ നമ്മൾ യൂസ് ചെയ്യുന്നതിൻ്റെ കാരണം കേക്കൊന്ന് പൊന്തി വരാൻ വേണ്ടിയിട്ടാണ്. ബേക്കിംഗ് സോഡ ഞാൻ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസിൽ ആഡ് ചെയ്യുന്നില്ല, കാരണം മനസ്സിലായല്ലോ, ഞാൻ നേരത്തെ ഡേറ്റ്സിലോ ബേക്കിംഗ് സോഡ ഇട്ടിട്ടുണ്ടായിരുന്നു 1/2 ടീസ്പൂൺ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിലിടാത്തത്. ഇതൊന്ന് മിക്സ് ചെയ്യാം നമുക്ക്. അതിന് ശേഷം നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് ആയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഒരു മെഷറിംഗ് കപ്പാണ് യൂസ് ചെയ്യുന്നത് വെറ്റ് ഇൻഗ്രീഡിയൻസ് എടുക്കാൻ വേണ്ടിയിട്ട്. ഇത് തീരെ ലംഫൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ലോണം മിക്സ് ചെയ്തെടുക്കുക, ഇത് രണ്ടും കൂടിയിട്ട്. ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്താണ്, ഈ റെസിപ്പി എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, കാരണം അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നിങ്ങൾ ഇതുവരെ ആരും കഴിച്ചിട്ടുണ്ടാവില്ല ഇത്ര ടേസ്റ്റി ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നല്ലോണം സ്മൂത്തായിട്ടുള്ളൊരു ടെക്സ്ചറിലുള്ളൊരു ബാറ്ററാണ് റെഡി ആയിട്ടുള്ളത്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. നമ്മൾ ഏത് ബൗളിലാണോ കേക്ക് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ബൗളിലേക്ക് നമുക്കത് അപ്പം തന്നെ മാറ്റി കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കുന്നത് നോർമൽ നമ്മളെ ഗ്ലാസിൻ്റെ 3 ബൗളിലായിട്ടാണ്. ഏത് ബൗളാണ് കയ്യിലുള്ളത്, അല്ലെങ്കിൽ കേക്ക് ടിന്നായാലും കുഴപ്പമില്ല, അതുപോലെ തന്നെ ഏത് ബൗൾ യൂസ് ചെയ്താലും കുഴപ്പമില്ല. ഞാനിവിടെ ഇത് യൂസ് ചെയ്യുന്നുണ്ടെന്നേ ഉള്ളൂ. ഇതുപോലെ നമുക്ക് 3 ബൗളിലും ഒരു 3/4 ആയിട്ട് നമുക്ക് ഈ കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം കണ്ടില്ല, ഞാനിവിടെ ഒരു സ്റ്റീലിൻ്റെ ഒരു ട്രേ എടുത്തിട്ടുണ്ട്. ഈ ട്രേയിൽ ഞാൻ കുറച്ച് നല്ല ചൂട് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഈ വെള്ളത്തിൻ്റെ മേലേക്കാണ് ഞാൻ ഈ കേക്ക് ബൗൾ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഓവൺ ആണെങ്കിൽ
30 to 35 minutes 180 ഡിഗ്രി. നമ്മൾ സ്റ്റൗവിലാണ് വെക്കുന്നതെങ്കിൽ 40 to 45 minutes മീഡിയം ലോ ഫ്ലെയിം. അപ്പോൾ ഇതാ ഞാൻ കേക്ക് ബേക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിലുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. കേക്ക് ബേക്ക് ആകുമ്പോഴേക്കും കാരമൽ സോസ് റെഡിയാക്കാം. 1/4 കപ്പ് പഞ്ചസാര, ഒരു അച്ചിൻ്റെ പകുതി ഭാഗം ശർക്കര, ഓപ്ഷണലാണ്. ഇത് ഏത് വെള്ളം കൂട്ടിയും കുറച്ചൊക്കെ നിങ്ങൾ ഇഷ്ടം മതിച്ച് എടുക്കാം. അതുപോലെ തന്നെ ഇത്തിരി ഉപ്പെടുത്ത് വെച്ചിട്ടുണ്ട്. 1/4 കപ്പ് വിപ്പിംഗ് ക്രീം, അതുപോലെ തന്നെ 1/4 കപ്പ് മിൽക്ക് കൂടി എടുത്തിട്ടുണ്ട്. റൂം ടെമ്പറേച്ചർ മിൽക്കാണ്, ഞാൻ തിളപ്പിച്ചാറ്റിയ പാലാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മളെല്ലാ ഇൻഗ്രീഡിയൻസ് ആയിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതെല്ലാം കൂടെ ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഞാനിവിടെ ലോ ഫ്ലെയിമിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക, എന്നാലും നമുക്ക് വേഗം മെൽട്ടായിട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ ഇതാ പഞ്ചസാരൊക്കെ അത്യാവശ്യം അലിഞ്ഞിട്ടുണ്ട്. ഇനി ശർക്കര മാത്രമേ ഉള്ളൂ അലിയാൻ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് 2 tablespoon മെൽറ്റഡ് ബട്ടർ. മെൽറ്റ് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഇതിൽ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് മെൽറ്റ് ആയിക്കോളും. ഇതാ കണ്ടില്ലേ, നമ്മൾ കാരമൽ സോസ് റെഡി ആയിട്ടുണ്ട്. ഇതൊരു 10-15 മിനിറ്റ് മാത്രമേ ഞാനതൊന്ന് കാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളൂ. ഇനി ഇതൊന്ന് ചൂടാറിയിട്ട് വേണം നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് വെക്കാൻ. അപ്പോൾ ഇതാ കേക്ക് നല്ലോണം ബേക്കായി ചൂടാറിയിട്ടുണ്ട്, അതുപോലെ തന്നെ കാരമൽ സോസും. അപ്പോൾ നമുക്ക് ഈ സോസിൻ്റെ മേലെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഈ സോസ് ഇതിൽ നല്ലോണം അബ്സോർബ് ആവും. അപ്പോൾ ഈ അബ്സോർബ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ടൂത്ത് പിക്ക് അങ്ങനെ വെച്ചിട്ടൊന്ന് പ്രിക്ക് ചെയ്ത് കൊടുത്താലും മതിയാവും. ഇപ്പോൾ ഞാൻ ഇതാ അബ്സോർബ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് എൻ്റെ കേക്ക്. ഇതൊരു 10 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം ഞാനത് എല്ലാ കേക്ക് ഒരു പ്ലേറ്റിലേക്ക് അപ്സൈഡ് ഡൗൺ ആക്കി ഇട്ടിട്ടുണ്ട്. ഞാനത് മറിച്ച് വെക്കണേക്കാൾ മുമ്പ് തന്നെ നല്ല ചുറ്റിനൊന്ന് നൈഫ് കൊണ്ടൊന്ന് റൗണ്ട് ചെയ്ത് കൊടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല പെർഫെക്റ്റ് റൗണ്ടായിട്ട് എനിക്കിപ്പോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാ നല്ല കേക്ക് നല്ലോണം സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇത് സ്പെഷ്യലി നല്ലോണം കാരമലിൽ ഇങ്ങനെ സോക്ക് ആയതുകൊണ്ട് തന്നെ വേറൊരു സ്മെല്ലും വേറൊരു ടേസ്റ്റ് തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് സ്മെല്ലിൽ തന്നെ. നമുക്ക് ഓരോ ബൗൾ ഇതുപോലെ എടുക്കാം. കണ്ടില്ല, എല്ലാ കേക്കും നല്ല റൗണ്ട് ഷേപ്പിൽ തന്നെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമുക്ക് ഇപ്പം ഇത് ഓൺ ദ ഗോ തിന്നാൻ പറ്റുന്നൊരു കേക്കാണ്, അല്ലാണ്ട് തീരെ വെയിറ്റ് ചെയ്യേണ്ട ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇതിൻ്റെ മേലെ നമുക്ക് കാരമൽ സോസ് ഒഴിച്ച് കൊടുക്കാം. അപ്പം തന്നെ നമുക്ക് തിന്നാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അതുകൊണ്ടാണ് കേക്ക് നോർമലി ഒരു ദിവസം വെച്ചാലാണ് ടേസ്റ്റ് ഉണ്ടാവുക. പക്ഷെ ഇതങ്ങനെ ഒന്നുമില്ല, ഇത് അപ്പം തന്നെ നമുക്ക് തിന്നാൻ പറ്റും. അപ്പോൾ നമുക്കിതൊന്ന് തിന്ന് നോക്കാം. കണ്ടില്ല, നല്ല സോഫ്റ്റാണ് കേക്ക്. നമ്മൾ നോർമൽ കേക്ക് മാതിരി ഇത്ര മോയിസ്റ്റായിട്ട് കിട്ടില്ല, കാരണം ഇത് ഡേറ്റ്സ് ആണല്ലോ. അപ്പോൾ ഇത്തിരി കട്ടിയുള്ളതുകൊണ്ട് അത്രയ്ക്ക് സോഫ്റ്റായിട്ട് നല്ല സ്പഞ്ചി ആയിട്ടുള്ള കേക്ക് നമുക്കിതിൽ റെഡി ആയിട്ട് കിട്ടില്ല. ഇത്തിരി ഹാർഡായിരിക്കും. ബട്ട് സ്റ്റിൽ ഈ കാരമൽ സോസ് ഉള്ളതുകൊണ്ട് തന്നെ ഇത് വായിലിട്ടാൽ അലിഞ്ഞു പോവും. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയിട്ടൊക്കെ ഇത് ഷെയർ ചെയ്യുക. അറ്റ്ലീസ്റ്റ് വൺസ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. കാരണം ഇത് ഡേറ്റ്സ് ഉള്ളതുകൊണ്ട് തന്നെ നല്ലൊരു ഫ്ലേവറാണ് ഇതിൽ വരുന്നത്. കൂടെ കാരമൽ സോസ് ഉള്ളതുകൊണ്ട് തന്നെ ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് കിട്ടുക. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ.